എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ തനി നാടൻ മുട്ടക്കറിയാണ്. വളരെ സ്വാദാണ് ഈ ഒരു മുട്ടക്കറി കഴിക്കാനായിട്ടും ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. ഇതുവരെയും നിങ്ങൾ ഇതുപോലൊരു മുട്ടക്കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. മുട്ട കറി വയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാം. മുട്ട പുഴുങ്ങിയെടുക്കുന്നതിനായിട്ട് ഞാനിന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് അഗാരോന്റെ എഗ് ബോയിലർ ആണ്. ഈ ഒരു എഗ് ബോയിലറിൽ വെച്ചിട്ട് മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ തോലൊന്നും പൊട്ടിപ്പോവാതെ തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ബോയിലർ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ബോയിലറിന്റെ ക്യാപ്പ്. അടുത്തതായിട്ട് ഇതിലേക്കുള്ളത് മെഷറിംഗ് കപ്പാണ്. ഈ ഒരു മെഷറിംഗ് കപ്പിൽ വെള്ളം അളന്നെടുത്താണ് നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇതാണ് ഇതിന്റെ പോച്ചിങ് ട്രേ. ഇതിൽ വെച്ചിട്ട് നമുക്ക് മോമോസ് തയ്യാറാക്കാം. പച്ചക്കറികളും ആവിയിൽ വേവിച്ചെടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ മുട്ട പുഴുങ്ങി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. നമ്മുടെ ഈ ഒരു ബോയിലറിന്റെ മേലെയായിട്ട് ഇതുപോലൊരു ട്രേ കൂടി ഉണ്ട്. ഇതിന്റെ മേലെ വെച്ചാണ് മുട്ട പുഴുങ്ങി എടുക്കുന്നത്. ഇതാണ് ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി. ഇതിന്റെ കൂടെ പവർ ബട്ടണും കൂടി ഉണ്ട്. നമ്മളിന്ന് ഒരു 6 മുട്ടയാണ് പുഴുങ്ങാൻ പോകുന്നത്. ഇനി ഈ മെഷറിംഗ് കപ്പില് 85 മില്ലി വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഒരു വെള്ളം അളന്നത് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മേലെയായിട്ട് ആ ഒരു ട്രേ വെച്ച് കൊടുത്തതിന് ശേഷം മുട്ട പുഴുങ്ങിയെടുക്കാം. അതിന് മുന്നേ ആയിട്ട് ഇതിന്റെ ബാക്കിലുള്ള ഒരു നീഡിൽ വെച്ചിട്ട് ഒരു ഹോൾസ് കൂടി ഉണ്ടാക്കണം. നമുക്ക് ഈ ട്രേയിലേക്ക് മുട്ട നിരത്തി കൊടുക്കാം. 6 മുട്ടയും നിരത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇനി ലൈൻ ഓൺ ചെയ്ത് പവർ ബട്ടൺ ഓൺ ആക്കി കൊടുക്കാം. മുട്ട വേവാകുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ പവർ ബട്ടൺ ഓഫ് ആകും. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുട്ട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി മുട്ടയുടെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് മുട്ട മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ കാണിച്ച എഗ് പോച്ചറിൽ വെച്ചിട്ട് എണ്ണയൊന്നും ഇല്ലാതെ പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് മുട്ട ഓംലേറ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുള്ള മുട്ട ഈ ഒരു ട്രേയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മേലെയായിട്ട് പച്ചക്കറികൾ ചോപ്പ് ചെയ്ത് ചേർക്കാം. വീണ്ടും നമുക്ക് 10 മിനിറ്റ് കൂടെ മൂടി വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ എണ്ണയില എഗ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടം തോന്നുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഓംലേറ്റ് നമ്മുടെ വീട്ടിലുള്ള ഡയബറ്റിക് പേഷ്യൻസിനും കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ തന്നെ നല്ലതാണ്. കേക്ക് രൂപത്തിലാണ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. എഗ് ബോയിലറിന്റെ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ നല്ലതുപോലെ തുടച്ച് ക്ലീൻ ചെയ്ത് കൂടെ വെക്കണം. ഇതിന്റെ ആ ഒരു ക്യാപ്പ് എഗ് ട്രേയും ഒക്കെ നമുക്ക് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. എങ്കിൽ തന്നെയും ഇതിന്റെ മെയിൻ യൂണിറ്റ് ചൂടാറിയതിനു ശേഷം നമുക്ക് ടിഷ്യൂ ഉപയോഗിച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൂടെ എടുക്കാം. അതുപോലെ നമ്മൾ ഈ മുട്ട വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവ് വ്യത്യസ്തമായിരിക്കും. ഹാർഡായിട്ട് വേവിച്ചെടുക്കാനാണെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള മെഷർമെന്റ് കപ്പില് 120 മില്ലി അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. മീഡിയം വേവാണെങ്കിൽ 55 മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോ മുട്ടയുടെ വെള്ളം മാത്രം വേവിച്ചെടുക്കാനാണെങ്കിൽ 35 മില്ലി അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതും. ഇനിയിപ്പോ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട വെച്ചിട്ട് എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇനി കറി തയ്യാറാക്കി എടുക്കാനുള്ള ഒരു പാനടപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന 6 മുട്ടയ്ക്കായിട്ട് 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3-4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തത്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത്രയും ചേരുവകളാണ് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായത്. പാനിപ്പോ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആദ്യം പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി ചേർക്കാം. ഇഞ്ചിയുടെ കൂടെ തന്നെ വെളുത്തുള്ളി ചേർക്കാം. ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ടുള്ള സവാള കൂടെ ചേർക്കാം. സവാള ചേർക്കുവാണ് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടു വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു മസാല ഒന്ന് അരച്ചെടുക്കണം. മസാലകളായിട്ട് നമുക്ക് വേണ്ടത് 2 സ്പൂൺ അളവില് മല്ലിപ്പൊടി, 1/2 സ്പൂൺ അളവില് ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ അളവില് പെരിഞ്ചീരകം, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവില് കുരുമുളക്. ഇത്രയും മസാലകള് അല്പം വെള്ളം ഉപയോഗിച്ച് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ടൊക്കെ സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം. ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ പച്ചമുളകിന്റെയും കുരുമുളകിന്റെയും എരിവാണ് കറിക്ക് ഉണ്ടാകുന്നത്. കൂടുതൽ എരിവ് ആവശ്യമുള്ള ആൾക്കാർക്ക് പച്ചമുളകിന്റെ അളവ് കൂട്ടാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് മസാലകളൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ സവാള ഒന്ന് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്.
ഈ ഒരു രീതിയിൽ വാടിക്കിട്ടിയാൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച മസാലകൾ അരച്ചത് ചേർക്കാം. മസാലകളോട് ചേർക്കുന്നതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. നമ്മളിന്ന് തയ്യാറാക്കുന്ന ഈ ഒരു മുട്ടക്കറിയിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടാണ് കറി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. മസാലകളൊക്കെ ഇപ്പോൾ മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് ചേർക്കാനും പോകുന്നത്. നമുക്ക് ഉരുളക്കിഴങ്ങ് ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നല്ലതുപോലെ ഇനി ഇളക്കി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഈ സമയത്ത് 1/2 മുറി നാളികേരം തിരുമ്മിയൊന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് 1 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചുകൂടി എടുക്കാം. നിങ്ങൾക്ക് നാളികേര പാലാണ് ചേർക്കേണ്ടതെങ്കിൽ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ ഒഴിക്കുന്ന ആ ഒരു വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾ ഇതിൽ നിന്നും ഫസ്റ്റ് പാലും മാറ്റിയിട്ട് 2ാം പാൽ ഒഴിച്ച് ഉരുളക്കിഴങ്ങ് വേവിക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. കഷ്ണങ്ങളൊന്ന് വെന്ത് വരട്ടെ. 2 മിനിറ്റ് നേരം ഉരുളക്കിഴങ്ങ് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മൂടി തുറക്കാം. ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ വെന്ത് വരാൻ ആവശ്യമായ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കൂട്ടിയിളക്കി യോജിപ്പിച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കാം. വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നമുക്ക് ഇളക്കിയും കൂടെ കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടും. ഈ സമയത്ത് തന്നെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയുടെ തോലെല്ലാം ഞാനൊന്ന് പൊളിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് കൂടെ എടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂടി വന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചു നോക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളമെല്ലാം നല്ലവണ്ണം വറ്റിയും വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നാളികേരമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. മസാലയിലൊക്കെ നല്ലതുപോലെ പൊതിഞ്ഞ് വെന്ത് വന്നിട്ടുള്ള ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നാളികേരം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ചെറിയ തീയിൽ വെച്ച് കറി ഒന്ന് ചൂടാക്കിയെടുക്കാം. തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാകും. ഇപ്പോൾ നമ്മുടെ ചാറിന് ഇതുപോലെയാണ് കട്ടിയുള്ളത്. മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കറി ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ കറിയുടെ ഉപ്പ് നോക്കാവുന്നതാണ്. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാവുന്നതുമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട നമുക്കൊന്ന് കട്ട് ചെയ്ത് ചേർക്കാം. നമ്മുടെ മുട്ടയുടെ ഉൾഭാഗം ഈ ഒരു രീതിയിൽ തന്നെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടുള്ള ഓരോ മുട്ട പീസുകളും നമുക്ക് ഗ്രേവിയിലേക്ക് വെച്ച് കൊടുക്കാം. കറി ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള തനിനാടൻ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു മുട്ടക്കറി നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തന്ന് നമ്മുടെ ഫാമിലിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.